എൻ്റെ പ്രിയപ്പെട്ടവര്, അതാ നോമ്പ് മുറിപ്പിക്കേണ്ട മാസമല്ലേ റമളാൻ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ നിങ്ങൾ നോമ്പ് മുറിപ്പിക്കണേ സഹാബ, നിങ്ങൾ നോമ്പുകാരന് നോമ്പ് മുറിപ്പിക്കണേ സഹാബ. പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരാളെ നോമ്പ് മുറിപ്പിച്ചാൽ, ആരെങ്കിലും ഒരാളെ നോമ്പ് മുറിപ്പിച്ചാൽ അവന് ഭക്ഷണം കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം ഒന്ന്, അവന് മഗ്ഫിറത്തുണ്ട് സഹാബ, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ, ആ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. 2 ബനല്ലാഹു ലഹു കസുറൻ ഫിൽ ജന്നാ. നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം അതാ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഅ്തുകും മിനന്നാർ, അവനെ അല്ലാഹു നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ നോമ്പ് മുറിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പാപം പുറത്തു കൊടുക്കും, നരകമോചനവും കൊടുക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ എങ്ങനെയാ നബിയെ നോമ്പ് മുറപ്പിക്കുക? ഈ പാവപ്പെട്ടവരായ ഞങ്ങൾ എങ്ങനെയാ നോമ്പ് തുറപ്പിക്കുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാരയ്ക്ക കൊടുത്തിട്ടെങ്കിലും, നിന്റെ കയ്യിൽ ഒരു കാരയ്ക്കേ ഉള്ളൂ, നീ നോമ്പ് മുറിക്കാൻ പോകുന്ന സമയത്ത് നിന്റെ കയ്യിൽ ഒരു കാരക്കയുണ്ട്, ആ കാരക്കയുടെ പകുതി എടുത്തിട്ട് കൂടെ ഇരിക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്ത് നോമ്പ് തുറപ്പിക്ക്. വെള്ളവും ജ്യൂസൊന്നും കൊടുക്കണ്ട. കിണറ്റി വെള്ളമുണ്ടോ? വീട്ടിലെ കിണറ്റി വെള്ളമുണ്ടോ? പച്ചവെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇത്രയും ദിവസമായല്ലോ, നിങ്ങളിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഒരാളെങ്കിലും നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു വയ്ക്കേ. നീ പൈസ ഒന്നും മുടക്കണ്ട, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ട്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കൈയൊന്നും പൊക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. നിൻ്റെ സ്വർണം ചോദിച്ചോ? പൈസ ചോദിച്ചോ? കിണറ്റി വെള്ളമില്ലേ? അല്ല എന്നിട്ടില്ലേ പച്ചവെള്ളം കൊടുത്തോ പെങ്ങളെ നീ? നമ്മൾ നോമ്പ് മുറിക്കാതിരിക്കുന്ന സമയത്ത് ബദർ യുദ്ധമാണ് നടക്കുന്നത്. എന്നാലോചിക്കേ, നമ്മൾ നോമ്പ് മുറിക്കാനിരിക്കുന്ന സമയത്ത് ഇന്നത്തെ നോമ്പ് തുറപ്പ് കണ്ട. പണ്ടൊക്കെ റമളാൻ മാസം വരുമ്പോൾ തടി കുറയൂലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? കുറയൂലേ? ഇപ്പോഴോ റമളാൻ കഴിയുമ്പോൾ 5 കിലോ കൂടെ കൂടും. എടാ, റമളാൻ അല്ലാത്ത സമയങ്ങളിൽ 5 നേരമാണ് തിന്നുന്നത്. രാവിലെ ചായ എഴുന്നേറ്റ ഉടനെ, പിന്നെ നാസ്ത, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ടൊരു ചായ, രാത്രി ഫുഡ്, 5 നേരം. ഇപ്പോഴോ സുബ്ഹാനല്ലാഹ്, നോമ്പ് മുറിക്കണ സമയത്ത് ടോക്കൺ ഇടണം ഏത് തിന്നണമെന്ന്. വാരി അങ്ങോട്ട് വെച്ചിരിക്കുക ഡിസ്ക് നിറയെ. നോമ്പ് മുറിച്ച ഉടനെ ഫ്രൂട്ട്സും കുറേ ജ്യൂസുകളും ഷെയ്ക്കും ചായയും പിന്നെന്താ പറയുക കുറേ സാധനങ്ങൾ എല്ലാം കൂടെ വാരി അങ്ങോട്ട് തിന്നും. ഏമ്പക്കവും വിട്ടിട്ട് മഗ്‌രിബ് കയറും. നിസ്കാരം കഴിഞ്ഞു, വീണ്ടും അങ്ങോട്ട് വന്നിട്ട് ഒരു ഇരിപ്പ, അടുത്തത് അങ്ങോട്ട് തിന്നും. അതെല്ലാം കഴിഞ്ഞ് തറാവിക്ക് പോകും, പിന്നെയും വന്നൊരു തീറ്റി. വെളുപ്പാങ്കാലം 5:15 വരെ തിന്നാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളങ്ങ് തിന്നും. പ്രതികാരം ചെയ്യുക. പകല് മൊത്തം പട്ടിണിയല്ലേ? പകല് മുഴുവനും പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ, വാശി തീർക്കുന്നത് പോലെ തിന്നാ നമ്മൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നാര സഹോദര, പച്ചവെള്ളം കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക്? അവിടെയാ ചിന്തിക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഇത് പറഞ്ഞു. പക്ഷേ നമ്മൾ പച്ചവെള്ളമല്ല കൊടുക്കണ്ടേ, നീ മട്ടൻ മന്തി വാങ്ങിച്ചു കൊടുക്കേണ്ടവനാ. കാരണം അത്രയും സമ്പത്ത് അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ട്, നിനക്ക് അല്ലാഹു വാരിക്കോരി തന്നിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു മനുഷ്യന് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ, ഒരാൾ നോമ്പ് മുറിക്കുന്ന സമയം വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം നരകമോചനം മാത്രമല്ല, പാപമോചനം മാത്രമല്ല, അവൻ്റെ പാപം പുറത്തു കൊടുക്കൽ മാത്രമല്ല, മൂന്നാമതൊരു പ്രതിഫലം
വയറ് നിറയുന്ന രീതിയിൽ ഒരാൾ ഭക്ഷണം കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം ഇന്നാ അഅതൈനാകൽ കൗസർ, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹൗദുൽ കൗസറിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് കുടിച്ചാ പിന്നെ അവൻ ഒരിക്കലും ദാഹമുണ്ടാകില്ല, ഒരിക്കലും അവന് ദാഹമുണ്ടാകില്ല. ആരെങ്കിലും നോമ്പ് പിടിച്ച ഒരു മനുഷ്യന് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താ അല്ലാഹു അവനെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത നരകമോചനം, പാപം പുറത്തു കൊടുക്കും. നബി തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം അല്ലാഹു നിനക്ക് കോരിത്തരും, കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കു സഹോദര. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്, എത്രയോ പാവങ്ങൾ നിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് നീ തേടിയൊന്നും പോകണ്ട, നിൻ്റെ കുടുംബത്തിൽ തന്നെ ഇല്ല യതീമായ മക്കൾ. ഈത്തപ്പഴവും കഞ്ഞിയും വെച്ചിട്ട് കാത്തിരിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്, എത്രയോ പാവങ്ങളുണ്ട്. കൊടുക്കാനുണ്ടോ? സക്കാത്തും സദക്കയും കൊടുക്കേണ്ട മാസമല്ലേ റമളാൻ? സദക്ക കൊടുക്കേണ്ട മാസമല്ലേ റമളാൻ? അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട മാസം, സക്കാത്ത് കൊടുക്കേണ്ട മാസം. എത്ര പേരെ സക്കാത്ത് കൊടുക്കേണ്ട? പെണ്ണുങ്ങൾക്ക് സ്വർണ്ണം ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാത്തിൻ്റെ കയ്യിലും പൂത്ത സ്വർണ്ണമാണ്. എത്ര പവനുണ്ട് ഇപ്പം? എത്ര പവനുണ്ട് ശരീരത്ത് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എല്ലാവർക്കും അലമാരിക്കകത്തും ലോക്കറി കൊണ്ടുവച്ചിരിക്കുക സ്വർണ്ണമൊക്കെ. കൊടുക്കാറുണ്ടോ? കഴിഞ്ഞ റമളാനിനാണെന്ന് തോന്നുന്നു, പെണ്ണുങ്ങൾക്ക് കാഞ്ഞ ബുദ്ധിയാട്ടാ. ഒരു പെണ്ണ് എന്നോട് ചോദിക്കുക, ഉസ്താദെ എല്ലാവരും പറയുന്നു ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന്. ഉണ്ടോ? ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എത്ര പവനുണ്ടെന്ന്? 101 പവനുണ്ടെന്ന്. കള്ളം പറഞ്ഞില്ല, സത്യമായിട്ടും 101 പവനുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, 101 പവന് നിങ്ങൾ ഇടുവോ? അത് ഞാൻ മാറി ഇടുമെന്ന്. അള്ളാനെ പൊട്ടനാക്കാനേ നോക്കിയേ. 101 പവനും അതാ ഇങ്ങനെ മാറി ഒരു മാലയിടും, കുറച്ചു നേരം അത് മാറ്റും, അടുത്ത മാലയിടും. അപ്പം 101 പവനും മാറി ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. അപ്പം സക്കാത്ത് കൊടുക്കണോ? വെച്ചോ? എല്ലാം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ, എടോ 10 ലക്ഷം രൂപ നിൻ്റെ കയ്യിലുണ്ട്, 10 ലക്ഷം രൂപ ഒരു കൊല്ലമായിട്ട് കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിലെ 25,000 രൂപ പാവപ്പെട്ടവൻ്റെ അവകാശവാ. 9,70,75,000 രൂപ നിൻ്റെതും 25,000 പാവപ്പെട്ടവൻ്റെയാ. അത് നീ കൊടുത്തേ പറ്റൂ, നിർബന്ധമാണ് നിനക്ക്. ഇപ്പം അങ്ങനല്ല, കുറേ നോട്ട് കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പാവങ്ങൾ വരും, 100, 500. അത് സക്കാത്തല്ല, അത് വേറെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സക്കാത്തും സദക്കയും എന്താണെന്ന് പഠിക്കണം. സക്കാത്ത് എന്ന് പറയുന്നത്, സക്കാത്തിൻ്റെ പൈസ സക്കാത്തിൻ്റെ അർഹന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. സക്കാത്തിൻ്റെ അർഹനായ മനുഷ്യന് മാത്രമേ സക്കാത്ത് കൊടുക്കാവൂ. സദക്ക വേറെ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും സക്കാത്തിൻ്റെ പൈസ കൊണ്ട് എനിക്ക് തന്ന സക്കാത്ത് വീടുവോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾ ആരെങ്കിലും എനിക്ക് പൈസ കൊണ്ട് തന്നാൽ നിങ്ങളുടെ സക്കാത്ത് വീടുവോ? ഇല്ല. കാരണം ഞാൻ സക്കാത്തിന് അർഹനല്ല, എനിക്ക് തിന്നാനും ധരിക്കാനുമുണ്ട്. സിറാജിന് തിന്നാനും ധരിക്കാനുണ്ട്. അപ്പം സക്കാത്ത് വീടുവോ? വീടൂല. സക്കാത്തിൻ്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കണം. ഉസ്താദേ അവന് കടമുണ്ട്, കുടുംബക്കാരനല്ലേ, വീടില്ല. വീടില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നിങ്ങളുടെ സക്കാത്ത് വീടണമെങ്കിൽ അതിൻ്റെ അവകാശിക്ക് കൊടുക്കണം. വീട്ടിൽ പിരിക്കാൻ വരുന്നവർ ഇങ്ങനെ മാറിക്കൊടുത്ത സക്കാത്ത് വീടൂല. അതിന് മസ്തല നിങ്ങൾ പഠിക്കണം. സക്കാത്തിൻ്റെ അർഹന് വേണം സക്കാത്ത് കൊടുക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുത്തന് കടമുണ്ട്, അവന് 2 സെൻറ്റ് വിറ്റാൽ പോരെ കടം വിട്ടാൽ. 2 സെൻറ്റ് ഭൂമി വിറ്റാൽ കടം വിട്ടാലോ നീ കൊണ്ട് അവന് കൊടുക്കും. അങ്ങനെ സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ 25,000 രൂപ കൊടുക്കണമില്ലേ? പടച്ചവനെ വേണ്ട, എൻ്റെ പൊന്നാര ചങ്ങാതി, ആ 25,000 കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ബാക്കി 9,70,75,000 പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ എന്താ വിചാരിച്ച് കൊടുക്കാൻ? 10 പവൻ സ്വർണം കഴിഞ്ഞ് പിന്നെ സ്വർണ്ണമുണ്ട്. ആ സ്വർണത്തിന് ചെറിയ ഗ്രാമല്ലേ ഉള്ളൂ, ഗ്രാമല്ലേ കൊടുക്കേണ്ടത്, പവനൊന്നും ഇല്ലല്ലോ. അത് കൊടുക്കാതെ നീ പിടിച്ചു വെക്കുമ്പോൾ ഈ സക്കാത്ത് കൊടുക്കാത്തവൻ സൂക്ഷിക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം 7 രീതിയിൽ നശിക്കുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഈ സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം 7 രീതിയിൽ നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാർ ഉടക്കെ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. ആ നശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ.
വേണമെന്ന് ആഗ്രഹമുള്ളവരുന്ന് കൈപൊക്കിക്കേ. ചിലർ കൈപൊക്കിയില്ല. അപ്പം ഞാൻ പറയും, അള്ളാഹു ഈമാൻ ഉറങ്ങരുത്. ഈ സക്കാത്ത് കൊടുക്കാത്തവൻ വീടിനകത്ത് കിടന്ന് ഉറങ്ങരുത്. അവൻ്റെ സമാധാനം പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ലൈവായി പോയില്ലേ? എവിടെ ക്ലിപ്പറങ്ങനെയെന്ന് അറിയത്തില്ല. അള്ളാഹ് അത് മറിച്ച് ഞാൻ പണ്ട് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരിക്കുമാണ്. വഴുത് പറഞ്ഞിട്ട് ആകെ ഉള്ള നേട്ടം ഇപ്പം കേസുണ്ട്, അതേ ഉള്ളൂ. പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല എന്ന് നിങ്ങളൊന്നും പറയല്ലോ. അള്ളാഹ് പടച്ചവനെ നിങ്ങളൊക്കെ ആരാ? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കേസ് മൊത്തം. ഈ മുഴുവൻ കേസും കൊടുത്തത് നമ്മുടെ ആൾക്കാരാണ്. അതാ അള്ളാഹു അലം. പടച്ചവൻ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 7 രീതിയിൽ എന്തു ചെയ്യും? നശിച്ചു പോകും. കൂട്ടി വെച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞേരട്ടെ. എല്ലാവരും ഒന്ന് നേരെ ഇരുന്ന്, നേരെ ഇരി. നല്ല കേട്ടോ. ഉറങ്ങുന്നവനെയൊക്കെ വിളിച്ചോണ്ടത്ത്. സക്കാത്ത് കൊടുക്കാത്ത താത്താമാരൊക്കെ കേട്ടോ. ഞാനല്ല പറഞ്ഞത്. മദീനത്ത് നബിതങ്ങളുടെ റൗള ഷരീഫിനകത്ത് കിടക്കുന്ന സ്വഹാബി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ പറയുന്ന 7 രീതിയിൽ നീ ഉണ്ടാക്കി വെച്ചത് മുഴുവനും നശിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തായാലും ബക്കറ്റ് എടുത്തതല്ലേ, എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവച്ചേ. പോക്കറ്റിൽ കൈവി. പൈസ എടുക്കാൻ പറഞ്ഞില്ല. പോക്കറ്റിൽ കൈവി. പോക്കറ്റിൽ കൈവെക്കടോ. അള്ളാഹുവെ ആരൊക്കെ കൈവച്ചോ ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ നീ കാലിയാക്കല്ലേ പടച്ചവനെ. ആ വെച്ച കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെയും 5 നയാ പൈസ പടച്ച റബ്ബിന് വേണ്ട. പിന്നെ ഈ പൈസ കൊടുത്താലുള്ള നേട്ടം നിനക്ക് നേട്ടം എന്താ? വരാനിരിക്കുന്ന വിപത്തുകളെ തൊട്ട് സദക്ക രക്ഷപ്പെടുത്തും. എന്തെല്ലാം വിപത്തുകളാണ് നിങ്ങൾക്കറിയോ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ പരിസരത്തൊരു സ്ഥലത്ത് വഴുതിന് വന്നു. അവിടെ ഒരു കുട്ടി, ഒരാൾ നോമ്പ് മുറിക്കുന്ന സമയം പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുക. അപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസിനകത്ത് പതയുണ്ടല്ലോ. ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു കുടിച്ചപ്പോൾ ആ പത ലെൻസിൽ ലെൻസിൽ കയറി. പെട്ടെന്ന് സംസാരം പോയി, ബോധമില്ല, കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ ഇഖ്റ ഹോസ്പിറ്റലിൽ സർജറി എന്തോ കഴിഞ്ഞ് കിടക്കുക. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഒരു ജ്യൂസ് ഇത്രയേ ഉള്ളൂ. ഇന്നലെയാണെന്ന് തോന്നുന്നു മദീനത്ത് സൗദിയിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വന്നിട്ട് ഒരു വണ്ടി പാഞ്ഞു കയറിയത്. 21 പേര്. ഒരു മുസ്ലിമായ മലയാളിയായ സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇതാണ് അപകടങ്ങൾ. ഈ സദക്ക കൊണ്ടുള്ള നേട്ടം. നീ റോഡിലൂടെ തിരിച്ചു പോകേണ്ടവരാ വീട്ടിലേക്ക്. ഒരപകടം, ഒരു ദുരന്തം സദക്ക തട്ടിമാറ്റുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പെങ്ങളെ, രോഗികളല്ലേ, ഉസ്താദേ ഏത് ഹോസ്പിറ്റലിൽ പോയി എന്തെല്ലാം മരുന്ന് കഴിച്ചു, മാറുന്നില്ല. എന്നാൽ രോഗം മാറാനുള്ള ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. ലക്ഷങ്ങളൊന്നും ചെലവഴിക്കണ്ട. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവർ സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് കൊണ്ട് പോകണ ചങ്ങായിമാർ ഇത്തിരി സ്പീഡ് കുറച്ച് പോണേ. എന്നിട്ട് നോക്കിക്കേ, എടോ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആർക്ക് വേണമെങ്കിലും പറ്റാം. അള്ളാഹു കാക്കുമാറാകട്ടെ. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സീരിയസാ, സർജറി വേണം, ഭയങ്കര ബുദ്ധിമുട്ട്. ഉടനെ ഉസ്താദിൻ്റെ അടുത്ത് വന്നു. ഉസ്താദെ, വാപ്പ ആശുപത്രിയില്ല, എന്നാൽ 2000 രൂപ വാപ്പ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണേ. ഇപ്പം നിൻ്റെ അടുത്തൊക്കെ സ്വർണം ചോദിച്ചാൽ തരുമോ? ഇങ്ങനെ മുറുക്ക ഇടും, ഇങ്ങോട്ട് കയറ്റി ഫർദയൊക്കെ ഇട്ട് മറയ്ക്കും. എന്നാൽ നിൻ്റെ ശരീരത്തിൽ ഒരു മുഴ വന്നു. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെന്ന് തോന്നുന്നുണ്ട്, ഒന്ന് ടെസ്റ്റിന് അയക്കാം. എന്നാ ഉസ്താദെ വള പള്ളിക്ക് മോതിരെന്നാ ഇല്ലേ, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ഇതാ പറഞ്ഞത്. രോഗം വന്നാൽ സദക്ക കൊടുത്തിട്ട് ചികിത്സിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടൊരു ഉസ്താദിന്, ഒരു സയ്യിദിന് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കയ്യിലുള്ളത് കൊടുക്ക്. അള്ളാഹുവേ, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണം, എന്നെ രക്ഷപ്പെടുത്തണം. നല്ല ഒരു നിയ്യത്തോടെ കൊടുക്ക്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു ആരെല്ലാം ഈ സദക്ക കൊടുക്കുന്നുണ്ടോ, ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ റഹ്മാനെ. അള്ളാഹു നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സക്കാത്ത് കൊടുക്ക്. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന 7 രീതിയിൽ ഒരു രീതി കേൾക്കുന്നുണ്ടോ? പറയട്ടെ, റെഡിയല്ലേ? നീ എല്ലാം കൂട്ടിവെച്ചോ. പാവപ്പെട്ടവനും കൊടുക്കരുത്, യതീമിനും കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്. നീ എല്ലാം സൂക്ഷിച്ചു വെച്ചോ. നിനക്കത് മരുന്ന് വാങ്ങാൻ ഉപകാരപ്പെടുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതെ, ഏതിനുപകാരപ്പെടും? അവസാനം കിഡ്നിയോ കരളോ പോയി, ക്യാൻസർ വന്നിട്ട് വീട് പോയി, സ്വർണം പോയി, പറമ്പ് പോയി, എല്ലാം പോയി. മരുന്ന് വാങ്ങി നീ കൂട്ടിവെച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഉറക്കപ്രദ കാക്കുമാറാകട്ടെ. അവസാനം വേണമെങ്കിൽ പള്ളിയുടെ മുമ്പിലും വരും, അല്ല കൊണ്ടുവരും. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാ, അല്ലാതെ നിന്റെ അല്ല. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാ, ഔദാര്യമല്ല ഒരുത്തൻ്റെയും. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. സക്കാത്തിൻ്റെ പൈസ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം, ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കാത്തവർ ഓർത്തു വെച്ചോ, നീ മരുന്ന് വാങ്ങി തീരും. നീ കൂട്ടിയത് മുഴുവനും, നീ സമ്പാദിച്ചു വെച്ചത് മുഴുവനും നീ മരുന്ന് വാങ്ങി തീർക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ എത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഉള്ള സമാധാനം പോയില്ലേ? ഒരെണ്ണം കേട്ടപ്പോൾ തന്നെ ഷോക്കായി. ഇനി അടുത്തത് വേണോ? വീട്ടിൽ സ്വർണം വെച്ചിട്ട് നടക്കുക. പള്ളിക്ക് ചോദിച്ചാൽ, പാവങ്ങൾക്ക് ചോദിച്ചാൽ ഒന്നുമില്ല. കള്ളം കയറി കൊണ്ടുപോയി. അപ്പോൾ പറയുന്നു 50 പവനും 5 ലക്ഷം ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ എവിടെ നിന്ന് വന്നു? എൻ്റെ പെങ്ങളെ, നീ ഏത് ലോക്കറി കൊണ്ടുവച്ചാലും കള്ളം കൊണ്ടുപോകും. ആമിന, അള്ളാഹു കാക്കുമാറാകട്ടെ. നീ ഏത് ലോക്കറി കൊണ്ടുവച്ചാലും നിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകും, അപഹരിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ നിന്റെ വീട് തീ പിടിച്ച് കത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിനടുപ്പിന്ന് തീ വേണമെന്നൊന്നുമില്ല, എവിടുന്നും കയറും തീ. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം ഒന്നുകിൽ മോഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ തീ കാരണം കത്തി നശിക്കും, അല്ലെങ്കിൽ ദുരന്തമുണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്രയോ വീടുകൾ ലൈവായിട്ട് ഒഴുകുന്നത് കണ്ടില്ലേ? ഭൂകമ്പമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായിട്ട് എത്രയോ പേരുടെ വീട് നഷ്ടപ്പെട്ടില്ലേ? എന്തെല്ലാം സർവ്വതുമുണ്ടായിരുന്നത് മുഴുവനും തകർന്നു പോയില്ലേ? കൊട്ടാരങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയില്ലേ? ദുരന്തങ്ങൾ ഉണ്ടായിട്ട്. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പാദ്യം ഒന്നുകിൽ മോഷ്ടിക്കപ്പെടും, ഏത് ലോക്കറി വെച്ചാലും കൊണ്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. പോകുമ്പോൾ മൊത്തവും പോകും, കള്ളം കരണമൊന്നും കാണിക്കൂല, അടങ്കലോടെ കൊണ്ടുപോകും. അതിപ്പോൾ അരിപാത്രത്തിൽ വെച്ചാലും ഏത് പാത്രത്തിൽ വെച്ചാലും കൊണ്ടുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടിന് തീ പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരന്തങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അടുത്തത് കൂടെ കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചില വീട്ടിൽ ഇൻകം ടാക്സ് കയറും, ചിലയിടത്ത് ED കയറുന്നു, അത്രയേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലയിടത്ത് കയറി കൊണ്ടുപോകുന്നില്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഹദീസ് വേണോ? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാത്ത. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ഹദീസ് വരെ നിങ്ങൾക്ക് ഇട്ടുതരാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറയാം നിങ്ങൾ വിചാരിച്ചോ? അല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകിൽ അത് ഗവൺമെൻറ് കൊണ്ടുപോകും. കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഓരോ വീടിൽ കയറാൻ കൊണ്ടുപോകുക, ടാക്സ് പോയി, ലക്ഷങ്ങൾ അടിച്ചു വന്നു ഉസ്താദ്, എല്ലാം പോയി. എത്ര കാലം ലാഭം കിട്ടിയതാ? കൊടുത്തോ? നീ പാവങ്ങൾക്ക് വല്ലതും കൊടുത്തോ? എടാ, ഒരു വിലയെങ്കിലും കുറച്ച് കൊടുക്കാറുണ്ടോ? അതുമില്ല. പോകും, അങ്ങനെ തന്നെ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കേട്ടോ, അടുത്തതാണ് ഏറ്റവും വലിയ ശിക്ഷ. നീ ഇങ്ങനെ ആർക്കും കൊടുക്കാതെ കൂട്ടി വെക്കും. നീയെങ്കിലും തിന്നുമോ? എടാ, ചില പണക്കാരന്മാരൊരു നല്ല വസ്ത്രം പോലും ഇടാറില്ല, ഇല്ലേ? ചില ആൾക്കാർക്ക് കൂട്ടി വെക്കും, ഒരു നല്ല വസ്ത്രമില്ല. പാപ്പ ഒരു നല്ല വീടെങ്കിലും വെക്കത്തില്ല. പാപ്പ ഒരു സ്കൂട്ടിയെങ്കിലും ഇടും. ഒന്നുമില്ല. പിന്നെ ആർക്കാ പൈസ? ചിലർ കൂട്ടി വെക്കും, തിന്നത്തുമില്ല, ധരിക്കത്തുമില്ല. പാപ്പ നീ കൂട്ടി വെച്ചിട്ട് നിൽക്കാൻ കിട്ടാനാ? പാപ്പ അടുത്ത് ചോദിക്കുക, പാപ്പ ഒരു മട്ടൻ മന്തി എടുക്കട്ടെ. വേണ്ട ഉസ്താദ്, തിന്നാനൊന്നും പറ്റത്തില്ല, വയ്യ, രോഗിയാ. പിന്നെന്തിനാ നിനക്ക് പൈസ? പാപ്പ AC റൂമിൽ കിടക്കാവോ, തണുപ്പ് കൊള്ളാൻ പറ്റത്തില്ല പഠിച്ചാനെ. എന്നാൽ വാപ്പ ഒന്ന് കൂട്ടി വരപ്പോഴേ അതും പറ്റത്തില്ല. വാപ്പ പിന്നെന്തിനാ നിനക്ക് പൈസ? എടാ, കൂട്ടി വെച്ചിരിക്കുന്ന നിനക്ക് തിന്നാനും വയ്യ, ധരിക്കാനും വയ്യ, കിടക്കാനും ഒന്നിനും കൊള്ളത്തില്ല, പിന്നെ എന്തിനാ പൈസ? അള്ളാഹു പറയുക, നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നിന്നെ അള്ളാഹു പെട്ടെന്നങ്ങ് മരിപ്പിക്കും.
നിന്നെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് തലതിരിഞ്ഞ മക്കളുടെ കയ്യിലേക്ക് ഈ കൂട്ടിവെച്ചത് മുഴുവനും കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ 1 രൂപ പോലും അവൻ ചെലവഴിക്കില്ല. അവൻ ഗാനമേളയ്ക്ക് കൊടുക്കും, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കും. നീ ഉണ്ടാക്കിയത് മുഴുവനും അവർ നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ തന്നെ ചിന്തിക്ക്, അങ്ങനെ എത്രയോ വീടുകളുണ്ട്. വാപ്പ കൂട്ടി വെച്ചു, മക്കളിപ്പോൾ പള്ളിക്ക് കൊടുക്കുമോ? വാപ്പായ്ക്ക് സക്കാത്ത് കടം കൊടുക്കോ? പള്ളിക്ക് കൊടുക്കോ? യതീമിനെടുക്കോ? ഒന്നുമില്ല. അതൊക്കെ വേറെ പല കാര്യങ്ങൾക്കും ഇങ്ങനെ കൊടുത്ത് ആ ഉണ്ടാക്കിയത് മുഴുവനും ഹറാമായ മാർഗത്തിൽ നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും നല്ലത് 10 ലക്ഷം ഉണ്ടെങ്കിൽ ആ 25,000 കൊടുത്താൽ ബാക്കി ലാഭമായില്ലേ? നിൻ്റെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ അള്ളാഹു ഒരുപാടൊന്നും കൊടുക്കാൻ പറഞ്ഞല്ലോ, ഗ്രാമല്ലേ പറഞ്ഞത്, ചെറിയ ഗ്രാമുകളല്ലേ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 2.5 ഗ്രാം അൽഹംദുലില്ലാ അത് കൊടുത്ത് നീ നിൻ്റെ സ്വർണം സേഫാക്ക്, നീ ശുദ്ധീകരിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് വാരിക്കോരിക്കൊടു. റമളാൻ മാസത്തിൽ വാരിക്കോരിക്കൊടുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആട്ടി ഓടിക്കരുത്. പാവപ്പെട്ടവർ വരുമ്പോൾ വല വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗേറ്റ് പോലും തുറക്കത്തില്ല. റമളാനിൽ യാചന നിരോധിച്ചിരിക്കുന്നു, ചില സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു. പടച്ചവനെന്ന് ആലോചിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ പറയുന്ന ഉസ്താദ്, എടോ കള്ളന്മാരും ഉണ്ട് നല്ലവരുമുണ്ട്, നല്ലവരുണ്ട്. എടോ നമ്മൾ ഈ പാപങ്ങൾ അങ്ങനെ വീടിൻ്റെ ഗേറ്റ് പോലും തുറക്കത്തില്ല. പലരും പറയുന്നത് നാശം, ഉറങ്ങാനും പറ്റത്തില്ല, എപ്പോൾ നോക്കിയാലും പിരിവുകാർ അങ്ങനെ പറയും. നമ്മളങ്ങനെ പറയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിലെ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ദരിദ്രൻ ആരാണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാവപ്പെട്ടവനെ പരിചയപ്പെടണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയുന്നു, നീ പാവപ്പെട്ടവനെ പരിചയപ്പെട്. പണക്കാരനെ പരിചയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പാവപ്പെട്ടവന് വേണം പരിചയപ്പെടാൻ. എന്തേ കാരണം? എൻ്റെ പൊന്നാര ചങ്ങാതി, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബി ആരാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഏത് നബി? ഉറക്കപ്പറ, ഏത് നബി? എന്തുകൊണ്ടാ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ നബി ആരായിരുന്നു? എന്നാൽ സ്വർഗം തുറക്കുന്ന നബി ആരാ? കമ്പില്ല പറഞ്ഞത് ആരാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകൻ ഏറ്റവും പാവപ്പെട്ട പ്രവാചകനായിരുന്നു. അല്ലാഹുമ്മ ഹീനി മിസ്കീന വ അമിത്നി മിസ്കീന. നബി തങ്ങൾ 1 മാസം തൻ്റെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. അത്രയ്ക്കും പാവപ്പെട്ടവനാ. ലോകത്തിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ നബിതങ്ങളായിരുന്നു. അപ്പം ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി സുലൈമാൻ നബി. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ സമ്പന്നനായതുകൊണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സഹാബികളുണ്ട് നബിതങ്ങൾക്ക്. ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടായിരുന്ന സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കാലി കെട്ടാനുള്ള പൈസ പോലും ഇല്ല. അത്രയും വലിയ സമ്പന്നനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. ഒരിക്കൽ തൻ്റെ ലാഭം കൊണ്ടുവന്നിറക്കുക വലിയ ശബ്ദം. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ഉമ്മാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ കച്ചവടം കഴിഞ്ഞിട്ട് ലാഭവുമായിട്ട് കൊണ്ടുവന്നിറക്കുന്ന ശബ്ദമാണ്. ആയിഷ ബീബി പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞത് സത്യവാ. ഒരാൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് എന്നിട്ട് പറഞ്ഞു, ആയിഷ ഉമ്മ ഇങ്ങനെ പറഞ്ഞെന്ന്. ഓടി വന്നു, എന്തേ ഉമ്മ നബിതങ്ങൾ എന്തേ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് നീയാണെന്ന്. ആ കൊണ്ടുവന്ന ലാഭം മുഴുവനും അള്ളാൻ്റെ ദീനിന് കൊടുത്തു. അത്രയ്ക്കും ചെയ്യുന്ന സഹാബി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്ന് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാവങ്ങളെ പരിചയപ്പെട്ടാൽ എന്താ? നിൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പാവപ്പെട്ടവൻ വന്നു, നിനക്കറിയുന്ന നിൻ്റെ നാട്ടുകാരനാ, അന്യസംസ്ഥാനക്കാരനല്ല.
നിനക്കറിയുന്ന ഒരാൾ വീട്ടിൽ വന്നു, വാ ഹബീബേ വാ, ഗേറ്റിന് അവിടെ നിന്ന് വല്ലതും കൊടുത്ത് പറഞ്ഞു വിടില്ല, വാ അൽഹംദുലില്ലാ വാ ഇവിടെ കയറിയിരിക്കുക, ഇവിടെ കയറിയിരി, ഫാനൊക്കെ ഇട്ട് വെയിൽ കൊണ്ട് വന്നതല്ലേ, കയറിയിരിക്കുക, എന്താ ഹബീബേ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ പ്രയാസം പറയുന്നു. നമ്മൾ സമാധാനത്തിൽ അത് കേൾക്കുന്നു. എല്ലാം കേട്ടിട്ട് പറയുന്നു, അൽഹംദുലില്ലാ ദാ എൻ്റെ കയ്യിലുള്ളത് ഞാൻ തരാം, നീ വിഷമിക്കൊന്നും വേണ്ട, പടച്ചവൻ നിനക്കൊരു വഴി തുറന്നു തരും, നിൻ്റെ രോഗം അല്ലാഹു മാറ്റിത്തരും, നിൻ്റെ മകളുടെ നിക്കാഹ് അല്ലാഹു നടത്തിത്തരും, നിനക്ക് വീട് പടച്ചവൻ തരും, ഞാനും ദുആ ചെയ്യാം, നീയും ദുആ ചെയ്യ്, എൻ്റെ കയ്യിലുള്ളതിതാ. വീട്ടിൽ കയറ്റിയിരുത്തിയിട്ട് ആ മനുഷ്യനെ ആദരിച്ച് നീ പറഞ്ഞു വിട്ടാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പരലോകത്ത് അള്ളാഹു ആ മനുഷ്യനോട് പറയും, നിന്നെ സഹായിച്ചവരെ നീ പോയി വിളിച്ചുകൊണ്ട് വരാൻ, നിന്നെ സഹായിച്ചവനെ നീ പോയി വിളിച്ചുകൊണ്ട് വാ. ആരെ മറന്നാലും എല്ലാവരും വീടിൻ്റെ ഗേറ്റ് പോലും തുറക്കാതെ, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് വല്ലതും കൊടുത്ത് ആട്ടി ഓടിച്ചപ്പോൾ വീടിനകത്ത് കയറ്റിയിരുത്തി സമാധാനത്തോടെ തൻ്റെ പ്രയാസം എന്തെന്ന് ചോദിച്ച് സദക്ക കൊടുത്ത് ദുആ ചെയ്ത് അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞു വിട്ടവനെ ആ മനുഷ്യൻ മറക്കൂല. നാളെ പരലോകത്ത് വെച്ച് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതാണ് പാവപ്പെട്ടവൻ, അതാണ് പാവപ്പെട്ടവൻ. പണക്കാരൻ വിചാരിക്കേണ്ടത് അല്ല വാരിക്കോരി തന്നത് തഴമ്പ് കണ്ടിട്ടല്ല, നിന്റെ നിസ്കാര തഴമ്പോ താടിയുടെ നീളമോ ഈമാൻ്റെ പ്രകാശം കണ്ടിട്ട് തന്നതല്ല മോനെ, നിന്നെ പരീക്ഷിക്കാനാ അല്ല നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത്, അല്ലാതെ സ്വർഗം തരാനൊന്നുമല്ല. നിന്നെ അള്ളാഹു പരീക്ഷിക്കും. സമ്പത്തുള്ളവൻ്റെ മുമ്പിൽ പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അതുകൊണ്ടാണ് വീട്ടിലേക്ക് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ എഴുന്നേറ്റ് നിന്ന് മർഹബ, എനിക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ വരുന്നവനെ വായെന്ന് പറഞ്ഞ് സ്വീകരിക്കുമായിരുന്നു മുൻഗാമികൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ ഒരാൾ പാവപ്പെട്ടവൻ വീട്ടിലേക്ക് പിരിവിന് വന്നാൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, എനിക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ വന്നവനെ വായെന്ന് പറഞ്ഞ് സ്വീകരിക്കും. ഇന്ന് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക, കയറാതിരിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാപങ്ങളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, വിശക്കുന്നവനെ മറന്നു പോകരുത്. ഒരു നേരത്തെ അന്നം കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹു തരുന്ന പ്രതിഫലം പറന്നുകൊണ്ട് നമുക്ക് പിരിയാ, അള്ളാഹു തരുന്ന പ്രതിഫലം പറന്നുകൊണ്ട് പിരിയാ. പെങ്ങളെ, അള്ളാഹുവേ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാൽ അൽഹംദുലില്ലാഹ്, റമളാൻ മാസമാണ്, ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ, അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ദുനിയാവിൽ 3 എണ്ണമാണ്, ദുനിയാവിൽ 3 എണ്ണമാണ്, ബാക്കി ആഖിറത്തിലാണ്. 5 പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. പെങ്ങളെ, വഅദകൾക്കാ മന്ദിരിക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മുഖത്തെല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മുഖത്ത് ചിരിയണ്ട പെങ്ങള്, എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്, സ്വർണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, തിന്നാനുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അള്ളാഹു നിങ്ങൾക്കെല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്. ഇരിക്കുന്ന ആണുങ്ങൾക്ക് വീടില്ലേ, കാറില്ലേ, ധരിക്കാനില്ലേ, മക്കളില്ലേ, എല്ലാം അള്ളാഹ് തന്നില്ലേ. പക്ഷേ എന്തേ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഈ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പറയും, അള്ളാഹു എല്ലാം എനിക്ക് തന്നു ഉസ്താദെ, പിന്നെ എന്തേ ഇത്താ നിനക്കൊരു വിഷമം? കെട്ടിയ ഭർത്താവ് മാത്രം നേരെയായി പോയില്ല ഉസ്താദെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ചുമ്മാ അഭിനയിക്കുന്ന സീരിയലിലെ നടിമാരെ കണ്ട് താത്താമാരൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. കാണുമ്പോൾ ചിരിയും കളിയൊക്കെ ഉണ്ട്, പക്ഷേ ഭർത്താവ് എങ്ങനെ കൊള്ളാവോ? അല്ലാവല്ലോ. ഇരിക്കുന്ന കാക്കാമാരൊക്കെ സ്റ്റേജിലും പുറത്തും ഇരിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ നല്ല ഡ്രസ്സ് വിട്ട് നെളിഞ്ഞു കിടക്കുന്നു. വീട്ടിൽ പോയാലോ, അല്ലാഹുവേ പടച്ചനെ നീ കാക്കണ പടച്ചവനെ. ആമീൻ പറ. വീട്ടിൽ പോയാ ഭാര്യ, ഓ പടച്ചറപ്പേ, എന്താടാ വീട്ടിൽ പോകുന്നില്ലേ, കുറച്ചുകൂടെ കഴിയട്ടെന്ന്. പോണില്ലേ കാക്ക, വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഭാര്യ ഉണ്ട്. ആ വായിന്ന് വീഴുന്നല്ലേ, എൻ്റെ പെണ്ണുപിള്ള കുഴപ്പമൊന്നുമില്ല ഉസ്താദ്, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, എല്ലാം നല്ല കാര്യവും ചെയ്യും, നാവിന് ഇത്തിരി നീളം കൂടുതലാന്നേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഇതാ കേസെടുത്തേക്കുന്ന അവസ്ഥ വരുന്നതാ. നമ്മൾ പറയാറില്ലേ, എല്ലാം അല്ല തന്നടോ, പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല. കാരണം എന്തേ? കെട്ടിയ പെണ്ണും നല്ലതല്ല, കെട്ടിയ ഭർത്താവും നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇനി ഭർത്താവും ഭാര്യയും നല്ലവരാ, എന്നാ മക്കളോ
അവൻ്റെ വാപ്പയാന്ന് പറഞ്ഞാൽ നാണക്കേടാ. മക്കളുടെ കാര്യം വളരെ പരിതാപകരം. മാതാപിതാക്കൾ നല്ലവരാ, പക്ഷെ മക്കളില്ല. മക്കൾ അള്ളാഹുവിന് ഭയമില്ലാത്തവർ, ചീത്ത വിളിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ. ഞാൻ മക്കത്ത് പോയപ്പോൾ ഒരു വാപ്പ മഖാം ഇബ്രാഹിമിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാ, എൻ്റെ മോൻ്റെ കള്ളുകുടി മാറ്റണേ അല്ലാഹ്. ഒരു പ്രായം ചെന്ന പിതാവിൻ്റെ കരച്ചിൽ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കള്ളൊന്നും ആരും കുടിക്കുന്നില്ല. കുടിക്കുന്നുണ്ടോ? കള്ളും ബിയറും ഒന്നും ആരും അടിക്കുന്നില്ല. കഞ്ചാവ് അടിക്കുന്നില്ല. കള്ളൊക്കെ ആർക്കാ? അത് പാവങ്ങൾക്ക്. ഇപ്പം കഞ്ചാവും മയക്കുമരുന്നുമല്ലേ അടിക്കുന്നത്. അള്ളാഹു അറിയത്തു പോലും ഇല്ലടോ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ കുട്ടികൾ എവിടെ എത്തിയെന്നറിയോ? പള്ളികളിൽ വന്നിരുന്ന് പോലും കള്ളു കുടിക്കുന്ന അവസ്ഥയിലേക്ക്, പള്ളിയുടെ പരിസരങ്ങളിൽ പോലും ഇരുന്ന് കള്ളു കുടിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മാറി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്നവരില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ജീവിതം കച്ചവടം മുഴുവനും പോയി ഉസ്താദേ, രക്ഷപ്പെടുന്നില്ല. ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. പടച്ചവനെ വല്ലാതെ കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. സദക്ക കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഖുർആനാ പറയുന്നത്, ഞാനല്ല. അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിൽ വിശ്വാസമുള്ളവരാണല്ലോ. ആ ഖുർആൻ പറയുന്നു അള്ളാഹു തരുന്ന പ്രതിഫലം. നിങ്ങൾ സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരും, നിനക്ക് ജോലി തരും, നിനക്ക് സ്വാലിഹത്തായ ഭാര്യയെ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിർത്താറായോ ഉസ്താദേ? നിർത്താറായോ? മടുക്കുന്നെങ്കിൽ പറ മനുഷ്യന്മാരെ. അപ്പോൾ തെളിവ് കേട്ടോ, തെളിവ് കേട്ടോ. ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചരിത്രം നോക്കിക്കേ. ഒരാളെ ഒറ്റയടി അടിച്ച് തീർന്നു. ഒറ്റയടിക്ക് ഒരാളെ കൊന്നളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മൂസാ, ഫിറഔനിൻ്റെ അനുയായികൾ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം, നീയാ കൊന്നേന്നറിഞ്ഞെന്ന്. അങ്ങനെ മൂസാ നബി നാട് വിട്ടു. മദിയൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയി. മദിയൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് നാട് വിട്ടുപോയി. ഇട്ടിരുന്ന വസ്ത്രമായിട്ടാണ് പോയേ. അവിടെ ചെല്ലുമ്പോൾ മൂസാ നബി നോക്കുമ്പോൾ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരാൻ കിടന്ന് തിരക്ക് കൂട്ടുകയാണ്. ഒരു 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? തീരാറായി, പോകുന്നില്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ. ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനിടയിലേക്ക് കയറാത്തത്. മൂസാ നബി ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ഞങ്ങൾക്കൊരു പ്രായം ചെന്ന വാപ്പയേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ മൂസാ നബി ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ. അങ്ങനെ ആ 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു മൂസാ നബി. മൂസാ നബി അലൈഹി സ്വലാം ആ 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു. ഇത്ര ചെയ്തുള്ളൂ. ആ കുട്ടികൾ പോയി. മൂസാ നബി അലൈഹി സ്വലാം നാട് വിട്ട് മദിയൻ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നിട്ട് ഒറ്റയ്ക്ക് റബ്ബിനോട് പറഞ്ഞു, അല്ലാ, ആരുമില്ല, അല്ലാ നീയേ ഉള്ളൂ, എന്നെ സഹായിക്കണം. അങ്ങനെ മൂസാ നബി ദുആ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മരത്തിൽ ചാരി ഇരുന്ന് ഉറങ്ങി. നോക്കുമ്പോൾ ഈ 2 പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു പ്രതിഫലം തരാൻ. ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങൾ സഹായിച്ചതിന് പ്രതിഫലം തരാൻ. ആ 2 പെൺകുട്ടികൾ വിളിച്ചുകൊണ്ടുപോയി. മൂസാ നബി മുമ്പിലാണ് നടന്നേ. മൂസാ നബി സാധാരണ വഴി പറഞ്ഞു കൊടുക്കുന്നവൻ മുമ്പിലല്ലേ പോണ്ടേ? മുമ്പിൽ പോണോ അതോ പുറകിൽ പോണോ? വഴി കാണിക്കുന്ന ആൾ ഫ്രണ്ടിലാണോ പോണ്ടേ, പുറകിലാണോ പോണ്ടേ? മുമ്പിലല്ലേ? എന്നാൽ ആ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. ബോധമുള്ളവർ ചിന്തിക്ക്. ആ പെൺകുട്ടികൾ ലജ്ജയുള്ളവരായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ 2 പെൺകുട്ടികൾ ആരുടെ മക്കളായിരുന്നെന്നറിയുമോ? മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ പെൺമക്കളായിരുന്നു. ഒരു പ്രവാചകൻ്റെ മക്കളാ, ഷുഐബ് നബിയുടെ മക്കളാ. 2 പെൺകുട്ടികളും ചെന്നപ്പോൾ മൂസാ നബി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. നാട് വിട്ടു വന്നതാ, ജോലിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഷുഐബ് നബി പറഞ്ഞു, എൻ്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. നോക്കണം, ഒരു പ്രവാചകൻ്റെ മകൾ സ്വാലിഹത്തായ ഭാര്യയെ കൊടുത്തു. നിനക്ക് ഞാൻ എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചു തരാം. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒന്നാമത്തെ പ്രതിഫലം ഷുഐബ് നബി തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 10-11 വർഷവും ജോലിയും കൊടുത്തു. 10-11 വർഷം ജോലിയും കൊടുത്തു. എന്ത് ചെയ്തപ്പോൾ?
ഒരു പെൺകുട്ടി 2 പെൺകുട്ടികൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോൾ അള്ള കൊടുത്ത പ്രതിഫലം സ്വാലിഹത്തായ ഒരു ഭാര്യയും കൊടുത്തു, നല്ല ജോലിയും കൊടുത്തു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് തെളിവ്. അപ്പോൾ സദഖ കൊടുത്താലോ, അപ്പോൾ പൈസ കൊടുത്താലോ? അതാ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷമുള്ള ജീവിതം. ഞാൻ പറയുന്നത്, പെങ്ങളെ, നിൻ്റെ ഭർത്താവ് നന്നാകണോ, നിൻ്റെ ഭാര്യ നന്നാകണോ, സമാധാനമുള്ള ഒരു ജീവിതം നിൻ്റെ വീട്ടിൽ വേണോ, നിനക്ക് സന്തോഷമുള്ള ജീവിതം വേണോ, നിൻ്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ, നിൻ്റെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാകണോ, സദഖ കൊടുക്ക്, സദഖ കൊടുക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ടവർ, 2 പ്രതിഫലം പറഞ്ഞു. 3, നിൻ്റെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ വീട് കാണാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കെന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിയണം സഹോദരാ. എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാൻ കഴിയണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞു തരാം. സ്വാലിഹത്തായ ഒരു ഭാര്യയുടെ ചരിത്രം കേൾക്കണോ? സ്വാലിഹായ ഒരു ഭർത്താവിൻ്റെ ചരിത്രം കേൾക്കണോ? സ്വാലിഹീങ്ങളായ മക്കളുടെ ചരിത്രം നിങ്ങൾക്ക് കേൾക്കണോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു മഹദിയുടെ ചരിത്രം നീ പഠിച്ചിട്ടുണ്ടോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ തൻ്റെ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തൻ്റെ പൊന്നാര മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ നബി തങ്ങളുടെ മുമ്പിൽ പോയതാണ്. 2 പേരെയും കാണുന്നില്ല. വരണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ഭാര്യ വീടിൻ്റെ വാതിൽ നിൽക്കുകയാണ്. സ്വാലിഹത്തായ ഭാര്യ അങ്ങനാണ്, സ്വാലിഹത്തായ ഭാര്യ അങ്ങനെയാണ്. പടച്ചവനെ, കുറച്ച് കഴിയുമ്പോൾ അബൂ തൽഹ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരികയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും പൊന്നാര മകനും നടന്നു വരുന്നത് ദൂരെ നിന്ന് കാണുകയാണ്. ഭാര്യയ്ക്ക് സമാധാനമായി. അങ്ങനെ അബൂ തൽഹ തങ്ങളും തൻ്റെ പൊന്നാര മകനും നടന്ന് വീടിൻ്റെ മുമ്പിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, മൂന്നാമതൊരു മനുഷ്യൻ കൂടെയുണ്ട്. പടച്ചവനെ, വീടിനകത്ത് കയറി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം ചോദിച്ചു, ആരാ കൂടെയുള്ളത്? പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിൻ്റെ പ്രവാചകം ചോദിച്ചു, സഹാബാ, ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് സഹാബ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയേ. അങ്ങനെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നതാണ്. ഉമ്മു സുലൈമിൻ്റെ കണ്ണ് നനയുകയാണ്. അബൂ തൽഹ, ഇന്ന് വീട്ടിൽ കുറച്ചു ഭക്ഷണമേ ഉള്ളൂ, ഇന്ന് വീടിനകത്ത് കുറഞ്ഞ ഭക്ഷണമേ ഉള്ളൂ, നമുക്ക് പോലും കഴിക്കാനില്ല, നമ്മുടെ മകന് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ വീടിനകത്തുള്ളൂ. അവന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. അല്ലാഹുവേ, അങ്ങനെ 2 പേർക്കും സങ്കടമായി. അനസ് എന്ന് പറയുന്ന മകൻ വീടിൻ്റെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോ വാപ്പയും ഉമ്മയും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ ഉമ്മ? മോനെ, പാവപ്പെട്ട ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഈ ഇരിക്കുന്ന കുറഞ്ഞ ഭക്ഷണമല്ലാതെ വേറെ ഈ ഭക്ഷണം വീടിനകത്തില്ല. മോൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സ്വാലിഹത്തായ ഭാര്യ, നന്മ ചെയ്യേണ്ട ഭാര്യ, നന്മ പറഞ്ഞു കൊടുക്കേണ്ട ഭാര്യ, അതാ ഉമ്മു സുലൈം പറഞ്ഞു, ത്വൽഹാ, ഞാനൊരു വഴി പറഞ്ഞു തരാ തൽഹാ, ഞാനൊരു വഴി പറഞ്ഞു തരാ തൽഹാ. എന്താണ് പറഞ്ഞതെന്നറിയുമോ? ഈ ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിടാ, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ മോനെ അനസേ,
അറിയാത്തതുപോലെ വിളക്കങ്ങ് തട്ടിയണയ്ക്കണേ. അടുത്ത് വെച്ചിരിക്കുന്ന വിളക്ക് എൻ്റെ പൊന്നുമോന് കൈകൊണ്ട് തട്ടിയണച്ച് കളയണം. എന്നിട്ട് ഭക്ഷണം വാരിക്കഴിക്കരുത്. ആ പാവപ്പെട്ടവൻ കഴിക്കട്ടെ, നിങ്ങൾ കഴിക്കുന്നവരെ പോലെ അഭിനയിച്ചാ മതി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭക്ഷണം എടുത്തു വെച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനും ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ പോയിരുന്നു. കഴിക്കാൻ സമയമായപ്പോ ആ ഭക്ഷണത്തിലേക്ക് പൊന്നാര മകൻ നോക്കുകയാണ്. വിശക്കുന്നു സഹോദര. ഉമ്മാടെ മുഖത്ത് നോക്കുകയാണ്. ഉമ്മ പറയുന്നതനുസരിക്കണോ? ആ സ്വാലിഹത്തായ മകനുണ്ടല്ലോ, ഉമ്മ പറയുന്നതനുസരിച്ച പൊന്നുമോനുണ്ടല്ലോ, വിളക്കണയ്ക്കുകയാണ്. ഇരുട്ടത്ത് വാരിക്കടിച്ചാൽ ഉമ്മ അറിയില്ല, ഉമ്മ കാണില്ല. എന്നിട്ടും ഉമ്മ പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയാ. ആ യാത്രക്കാരനായ മനുഷ്യൻ ഒന്നും അറിയാതെ ഭക്ഷണം കഴിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അവിടുന്ന് ദുആ ചെയ്തു പോവുകയാണ്. അന്ന് രാത്രിയിൽ ഭാര്യയും ഭർത്താവും മകനും പട്ടിണി കിടന്നു. ആരും പരാതി പറഞ്ഞില്ല, ആരും കുറ്റപ്പെടുത്തിയില്ല. നിങ്ങൾ എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചില്ല. എനിക്ക് തരാതെ കൊടുത്തല്ലോ എന്ന് അനസെന്ന് പറയുന്ന മകനും ചോദിച്ചില്ല. അവര് മൂന്ന് പേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. സുബ്ഹാനല്ലാഹ്. സുബഹിന്റെ സമയമായി. അതാ അബൂ തൽഹ എഴുന്നേക്കുകയാണ്. വാപ്പ എഴുന്നേക്കുകയാണ്. എന്നിട്ട് വിളിച്ചു തന്റെ ഭാര്യ. എന്നിട്ട് പട്ടിണി കിടക്കുന്ന മകനെ വിളിച്ചുണർത്താൻ പള്ളിയിൽ പോകണം പെണ്ണ്, നിസ്കരിക്കാൻ പള്ളിയിൽ പോകണം പെണ്ണ്. തന്റെ പൊന്നാര മകനെ വിളിച്ചുണർത്തുകയാണ്. വിശന്ന് തളർന്ന് കിടക്കുന്ന മകൻ, അവൻ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. വാപ്പാ, നടക്കാൻ പറ്റുന്നില്ല വാപ്പാ, ശരീരം തളരുന്നു വാപ്പാ. എങ്കിൽ ഉപ്പാടെ ചുമലിൽ കയറണ മോനെ, ഉപ്പ നിന്നെ പള്ളിയിൽ കൊണ്ടുപോകാം. അങ്ങനെ വാപ്പയും മകനും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ചെന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എവിടെ അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിക്കുകയാണ്. നബി തങ്ങൾ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തൽഹ, ഇന്നലെ വീടിനകത്ത് വിളക്കണച്ചട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. യാ റസൂലല്ലാഹ്, ഞങ്ങൾ വീടിനകത്ത് രഹസ്യമായി ചെയ്ത കാര്യം അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ, അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? തൽഹ, ഖുർആനിൽ നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു അബൂ തൽഹ. ഇന്നലെ രാത്രി ഖുർആനിൽ ആയത്തിറങ്ങി. ഇന്നലെ രാത്രി നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, അബൂ തൽഹ, ഇന്ന് സുബഹി വരെ തിരക്കായിരുന്നു അബൂ തൽഹ. ഇന്ന് സുബഹി വരെ നിന്റെ വീട്ടിലെ തിരക്കായിരുന്നു. നിന്റെ കുടുംബത്തെ കാണാൻ, പട്ടിണി കിടക്കുന്ന നിങ്ങളെ കാണാൻ, നിങ്ങളുടെ വീട് കാണാൻ സുബഹി വരെ മലക്കുകൾ ഇറങ്ങി വന്നു അബൂ തൽഹ. സുബഹി വരെ മലക്കുകൾ ഇറങ്ങി വന്നു അബൂ തൽഹ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ, സദഖ കൊടുക്കുന്നവർക്ക് റബ്ബ് തരുന്ന പ്രതിഫലമാണ്. ഇനി നാലാമത്തെ പ്രതിഫലം പെങ്ങള്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത്
അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കുന്ന സമയമുണ്ടല്ലോ, മരിച്ചു കിടക്കുന്ന പലരും ചിരിച്ചില്ലേ മോളെ? ഉമ്മുമ്മയുടെ മുഖത്ത് വല്ലാത്ത ചിരിയായിരുന്നു, നിന്റെ ഉപ്പയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ഉസ്താദേ, വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ. അള്ളാഹു അവർക്ക് അങ്ങനെ ഒരു മരണം കൊടുക്കാനുള്ള കാരണമെന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, റൂഹ് പിടിച്ചു തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ, മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുമ്പോ അല്ലാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലം കാണണോ? വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരും വാപ്പാ. അല്ലാഹുവിൻ്റെ സ്വർഗം നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. അത് കണ്ടുകൊണ്ട് മരിക്കാൻ, അത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കാൻ, മരണവേദന അറിയാതെ മരിക്കാൻ ആ സ്വർഗം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഈ ലോകത്തോട് നീ വിട പറയുകയാണ്. ഇനി മരണത്തിനു ശേഷമുള്ള രണ്ട് പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്ത അല്ലാഹു പറയുകയാ, ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولكاهم نظرة وسرورا. ഈ പരിശുദ്ധമായ റമദാനിൽ എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്? പടച്ചവരെ, ഇവിടെ നിന്ന് പിരിയുമ്പോൾ അല്ലാഹുവേ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദിന് ഒരു കൊട്ടാരം പണിയാനല്ല, പടച്ചവനെ മഴ പെയ്യുമ്പോൾ നനയാതെ കിടക്കാൻ, തൻ്റെ ഭാര്യയും മക്കളുമായി ഒരു കുടിലിനകത്ത് സ്വന്തം ഭൂമിക്കകത്ത് കിടക്കാൻ ഒരു ചെറിയ വീട് പണിയുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹായിക്കാൻ കഴിയുമോ? സഹായിക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എടോ സാധാരണ ഒരു മനുഷ്യനല്ല. ഒന്ന് അഹ്ലു ബൈത്താണ്, രണ്ട് ആലിമാണ്. പടച്ചവനെ, ഇതിനെക്കാലം എന്ത് പ്രതിഫലമാണ് നമുക്ക് വേണ്ടത്? അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന പെങ്ങള്, സിറാജല്ല പറയുന്നത്, അള്ളയാണ് പറയുന്നത്. ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഒരു ശർറായ ദിവസം വരാനുണ്ട്. ഏറ്റവും ഷർറായ ദിവസം മഹ്ശറയാമോളെ, നീ പറയുന്ന പ്രസവത്തിന് മരണവേദനയാണെന്ന് ആരാ പറഞ്ഞത്? പെങ്ങള്, പ്രസവത്തിന് മരണവേദനയുണ്ടെന്ന്. പെങ്ങള്, അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്ത് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ. അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല, അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ് മഹ്ശറ. ഉമ്മ കെട്ടിപ്പിടിച്ചു സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന മക്കളുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നുണ്ട് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കളു നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എൻ്റെ കാലു പൊള്ളുന്നു അല്ലാ, എൻ്റെ കാലു പൊള്ളുന്നു അല്ലാ, എൻ്റെ ഉമ്മാനമൊന്നും മലത്തിക്കടത്ത് റബ്ബേ, നെഞ്ചത്ത് കേറി ഞാനൊന്നു നിൽക്കട്ടെ അല്ലാ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കള് പടച്ചവനോട് പറയുന്നു, അല്ലാ,
എൻ്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ പടച്ചവന്, എൻ്റെ പാപം മുഴുവനും എൻ്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് എൻ്റെ ഉപ്പാനെ വേണമെങ്കിലും നരകത്തിലെറിഞ്ഞോ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് മക്കള് പറയുന്ന ദിവസമാണ് മഹ്ശറ. ഉമ്മയ്ക്ക് വേണ്ട, വാപ്പയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരാരും സഹായിക്കാറില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു പേടിയുമില്ലാതെ പോകണോ വാപ്പാ, ഒരു പേടിയുമില്ലാതെ പോകണോ പെങ്ങള്? നിനക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയുമോ? നിനക്ക് അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലകാഹും നളിറതം വസുറൂറാ. കാണണ്ടേ ഉമ്മാൻ ആഗ്രഹമുണ്ടോ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ ലിഖാ നിനക്ക് കാണണോ പെങ്ങള്? വുജൂഹു യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. നിനക്ക് റബ്ബിനെ കാണണോ മോളെ? ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ ആകാശത്ത് കാണുന്നത് പോലെ ലോകത്തിന്റെ അധിപനായ അല്ലാഹനെ കാണാ. നിന്റെ കണ്ണിനല്ലാഹു ഭാഗ്യം തരും പെങ്ങളെ.